ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ ഒരു റെസിപ്പി വീഡിയോ കേട്ടോ. വെൽക്കം ടു മല്ലു ഫുഡ് സ്റ്റോറീസ്. ഇന്നൊരു അടിപൊളി ബീഫ് കബാബാട്ടോ ഉണ്ടാക്കുന്നത്. അതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്, അതിനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കബാബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബോൺലെസ് ബീഫിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അത് കുക്കറിലിട്ടിട്ട് നന്നായിട്ട് വേവിക്കുക. ഓരോ ബീഫിനും ഓരോ വേവാണല്ലോ. എന്നിട്ട് എന്ത് ചെയ്യുക, മിക്സിയിലിട്ടിട്ട് ഒന്നൊന്ന് ഷ്രെഡ് ചെയ്തെടുക്കുക. ഇതേപോലെ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി, പച്ചമുളക്, കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. 2 ബ്രെഡ് എടുത്തിട്ട് നനച്ചിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യുക കേട്ടോ. അത് കുഴഞ്ഞ് വരുന്നത് വരെ. ചില സമയത്ത് അത് 3 ബ്രെഡ് വേണ്ടി വരും, പക്ഷേ ബ്രെഡ് ആദ്യം നനച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കണം കേട്ടോ. ബീഫ് വേവിക്കുമ്പോൾ മാത്രമേ നമ്മൾ ഉപ്പിട്ടിട്ടുള്ളൂ, അപ്പോൾ ഉപ്പ് കുറവായിരിക്കും, അത് നോക്കിയിട്ട് ഇടണം. പിന്നെ ഞാൻ ഇതിൻ്റെ ഉള്ള ട്വിസ്റ്റ് പറഞ്ഞത്, കബാബിൻ്റെ ഉള്ളിൽ ഞാൻ മയണൈസും ചീസും ഫില്ല് ചെയ്യുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. അത് രണ്ട് രീതിയിൽ കാണിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലെയിൻ ആയിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ രണ്ടും മനസ്സിലാവാൻ വേണ്ടി ഞാൻ രണ്ട് ഷേപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ കയ്യിൽ നല്ലോണം എണ്ണ ഗ്രീസ് ചെയ്തിട്ട് അതിൻ്റെ മേളിലേക്ക് കബാബ് വെച്ചിട്ട് ഇങ്ങനെ കട്ട്ലേറ്റ് പോലെ പരത്തൂലേ, അതിൻ്റെ നടുക്കേക്ക് മയണൈസ് വെച്ചിട്ട് അതൊന്ന് ജോയിൻ ചെയ്ത്, ഞാനിത് റൗണ്ട് ഷേപ്പ് ആട്ടോ ആക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ഷേപ്പ് ആക്കാം, ഓവൽ ഷേപ്പ് പോലെയോ എങ്ങനെ വേണമെങ്കിലും ആക്കാം. അതുപോലെ നിങ്ങൾക്ക് മയണൈസ് വീട്ടിലുണ്ടാക്കിയതോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിയതോ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ചെറിയൊരു കട്ടിയിൽ വേണം എന്നേ ഉള്ളൂ, ഓവർ ലൂസ് ആവാൻ പാടില്ല. കട്ടി കൂടിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഞാൻ ചീസിൻ്റെ സ്ലൈസില്ലേ, അതിൻ്റെ ഒരു പീസാട്ടോ വെക്കുന്നുള്ളൂ. ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ സ്ലൈസാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അമൂലോ മിൽക്കി മിസ്റ്റോ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഒരു സ്ലൈസ് കൊണ്ട് ഒരു 8 കബാബൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ചീസിൻ്റെത് റൗണ്ട് ഷേപ്പും മയണൈസിൻ്റെത് ബോൾ ഷേപ്പും ആട്ടോ ആക്കിയത്, ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി ഫ്രൈ ചെയ്യുമ്പം. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ, ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുക. ഇതൊക്കെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൊണ്ട് ലോങ് ആയിട്ട് തോന്നുക കേട്ടോ. ഭയങ്കര ഈസിയുള്ള ഐറ്റംസാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കോട്ട് ചെയ്തിട്ട് എടുത്ത് വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2-3 ഡേയ്സ് ഒക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ കുഴപ്പമില്ല, അതിൽ കൂടുതൽ വെക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ ഞാനങ്ങനെ വെച്ചിട്ടില്ല. പിന്നെ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മുട്ടയിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. എന്നിട്ട് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഇടണം. ഡീപ്പ് ഫ്രൈ ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുക, കാരണം വെച്ചാൽ ഡീപ്പ് ഫ്രൈ ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചീസും മയണൈസും വെക്കുന്നതുകൊണ്ട് ചൂടോടെ ഫ്രൈ ചെയ്യുന്നതിരിക്കും നല്ലത്, അത് മെൽറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ചീസും മയൊന്നും ഫില്ല് ചെയ്യുന്നില്ലെങ്കിൽ അത്ര ചൂടോടെ ഫ്രൈ ചെയ്യണമെന്നില്ല, എന്നാലും ചെറിയ ചൂടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കബാബ് കഴിക്കാൻ. മയവും ചീസും ഒന്നും ഫില്ല് ചെയ്യാതെയാണ് ഫ്രൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഗ്രീൻ ചട്നി ഉണ്ടാക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ശരിക്കുള്ള കോംബോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. ഇതേപോലത്തെ ഈസി റെസിപ്പീസിൻ്റെ ഫോളോ മല്ലു ഫുഡ് സ്റ്റോറീസ്.